ഫോൺ അടിക്കണ്ട. ദിലുവോ? സാധാരണ നേരത്തെ വിളിക്കാത്താണല്ലോ. ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ ദിലുവോ ഈ നേരത്തിൽ വിളിക്കല് പതിവില്ലല്ലോ? ആ, പതിവ് തെറ്റിട്ട് ഇവിടെ ഒരു കാര്യം ഉണ്ടായി, അതാപ്പോ വിളിച്ചത്. അതെന്താ? നിങ്ങൾ ഈ ദുബായ്ക്കാരില്ലേ, വിളിക്കാത്ത നേരത്തെ വിളിച്ചാലും വിളിക്കണ നേരത്തെ വിളിച്ചില്ലെങ്കിലും ഇവിടെ നാട്ടിലുള്ളവർക്ക് വേജാറാണ്. അനക്കും ആദിക്കും അസുഖവും കാര്യമൊന്നുമില്ലല്ലോ? ആ, സൽമാത്ത പറഞ്ഞ പോലെ എനിക്ക് ചെറിയൊരു സുഖല്യായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ പടച്ചോനെ, എന്താണ്? ഇങ്ങനെ ടെൻഷൻ ആവാനുള്ള കാര്യമൊന്നുമില്ല എൻ്റെ സൽമാത്ത. എനിക്ക് 2-3 ദിവസമായിട്ടേ ചെറിയൊരു തലചുറ്റലും ക്ഷീണമൊക്കെ. തലചുറ്റലാ? അതെന്തേപ്പോ? എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ആ, കാണിച്ച്. ഡോക്ടർ പറഞ്ഞേ സൽമാത്തിൻ കാക്കി ഒരു മൂത്താപ്പി മൂത്തമ്മി ആവാൻ പോവുകയാണ് എന്ന് പറയാന്. മാഷാ അല്ലാ, സത്യാണോ? ആ, ഇപ്പോഴാ സമാധാനായത്. ഇങ്ങനത്തെ ഒരു കാര്യമാണിച്ചാ അത് ആദ്യം തന്നെ പറയേണ്ട പെണ്ണേ. ഞാൻ ആകെ വേജാറായി പോയി. ഇമ്മാട് പറയട്ടെ. അല്ല, എന്നിട്ട് ഡോക്ടർ എന്തേ പറഞ്ഞേ? ആ, ഇല്ല സൽമാത്ത, ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഫുൾ ഓക്കെയാണ്. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു സ്കാനിങ്ങിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലോണം ശ്രദ്ധിക്കിട്ടാ. എന്നിട്ട് അവിടെ ആദ്യം എന്തേ? ഞാൻ എന്തായാലും ഉമ്മാനോട് പറയട്ടെ, ഇമ്മക്കത് കേട്ടാ മതിയാവും. ഇമ്മ ദുആ നിസ്കരിക്കാൻ നിൽക്കിരുന്ന് കഴിഞ്ഞാവോ? ഇമ്മ നിങ്ങളെവിടെ? ഇതമ്മ ദിലുവോ വിളിക്കണത്. ദിലുവിന് വിശേഷം ഉണ്ടെന്ന്. ദാ അൽഹംദുലില്ലാ, നേരാണ് കുട്ടിയെ. ഹലോ, എന്തൊക്കെയാ ദിലുമോളെ കേൾക്കണത്? ആ, അതെ അമ്മ, ഇമ്മാക്ക് 4ാമതായിട്ടേ ഒരു പേരക്കുട്ടി കൂടി വരാൻ പോണേ. 4ാമത്തേണെങ്കിലും 1ാമത്തേണെങ്കിലും പഠിച്ചോ നല്ല ആരോഗ്യമുള്ള സോലിയത്തായ കുട്ടികളെ തെറ്റ പഠിച്ചോനെ. ആമീൻ. അല്ലമ്മ, അപ്പൊ നിങ്ങക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് അറിയണ്ടേ? ഇവിടെ അതൊക്കെ പെട്ടെന്ന് അറിയട്ടാ, നാട്ടിലെ പോലൊന്നല്ല. കളിയാക്കാണ്ട് പോട ചെക്ക അവിടുന്ന്. ഇമ്മാക്ക് ഇപ്പം അങ്ങനെയുള്ള ഒരു ബോധ്യവുമില്ല. ഇമ്മാടെ എല്ലാ മക്കളും പേരക്കുട്ടികളും ഒക്കെ ഇപ്പം ഇമ്മാക്ക് ഒരേപോലെ തന്നെയാണ്. പഠിച്ചോ നല്ല ആരോഗ്യമുള്ള കുട്ടികളൊക്കെ തരട്ടെ ഇങ്ങൾക്കൊക്കെ.